നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ജെല്ലുണ്ടാക്കിയെടുക്കാം. ഹോം മെയ്ഡ് ജെല്ലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആലോവേര ഇതേണൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക. വെക്കുമ്പോൾ ഇതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം പോലെ പുറത്തു പോകും. അത് ചൊറിച്ചിലുണ്ടാവുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീട്ടിൽ നമുക്ക് എങ്ങനെ ആലോവേര ജെല്ലുണ്ടാക്കിയെടുക്കാം എന്നുള്ള കണക്കെടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം. നല്ലോണം കഴുകിയിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിടാം. ഇത് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി. മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ആണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിക്കാം. അരിച്ചെടുക്കാം. അരിച്ചെടുത്തത് ഇത് നമുക്കൊരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. അന്നേരം ഈ വെള്ളം അങ്ങ് മേളിലായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് താഴേക്ക് അടിയും. അന്നേരം നമുക്ക് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. ഇനി ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നമുക്കത് 10 മിനിറ്റ് കഴിഞ്ഞ് ഊറ്റിക്കളയാം. ഈ വെള്ളവും കൂടെ അങ്ങ് ഊറ്റിക്കളയാം. കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെക്കാം. പാത്രത്തിലേക്ക് ആലോവേര ജെല്ല് ഒഴിക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ അത് ജെല്ലായി തുടങ്ങി. നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മുഖത്ത് തേക്കുന്നതാണ് നല്ലത്. ഇതാകുമ്പോൾ നാച്ചുറലായിട്ടുള്ള ആലോവേര ജെല്ലാണ്. ഇത് നല്ലതുപോലെ ആലോവേരയുടെ ജെല്ല് വാങ്ങുന്ന കുപ്പിയാണ്. ഇതിനകത്തോട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന 1-2 ആഴ്ച ഇത് കേടാവാതിരിക്കും. പിന്നെ അത് ചിലർ ഗ്ലിസറിനൊക്കെ ചേർക്കുന്നവരുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ജെല്ലുണ്ടാക്കി